നമസ്കാരം. പല ദിവസങ്ങളിലും രാത്രി 7 മണിക്ക് ശേഷം ഷെറിനെ സെല്ലിന് പുറത്തു കൊണ്ടുപോയി 2 മണിക്കൂറോളം കഴിഞ്ഞാണ് തിരികെ കൊണ്ടുവരാറുള്ളതെന്നും സഹതടവുകാരി വെളിപ്പെടുത്തി. ഭാസ്കര കാർണവർ വധക്കേസിലെ 1-ാം പ്രതി ഷെറിന് ജയിലിൽ VIP പരിഗണന ലഭിച്ചിരുന്നതായി സഹതടവുകാരുടെ വെളിപ്പെടുത്തൽ. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഷെറിന് VIP പരിഗണന ലഭിച്ചിരുന്നതായും മൊബൈൽ ഫോണും ആയിരക്കണക്കിന് രൂപയുടെ മേക്കപ്പ് സെറ്റും വരെ ഷെറിന് ലഭിച്ചിരുന്നതായും സഹതടവുകാരിയായിരുന്ന സുനിതയാണ് വെളിപ്പെടുത്തിയത്. ഷെറിന് സ്വന്തം വസ്ത്രങ്ങൾ, പ്രത്യേകം തലയെണ്ണ, കിടക്കാൻ കിടക്ക, കണ്ണാടി തുടങ്ങിയവ ലഭിച്ചിരുന്നതായും സുനിത വെളിപ്പെടുത്തി. അന്നത്തെ ജയിൽ DIG പ്രദീപാണ് ഷെറിന് VIP പരിഗണന നൽകിയതെന്നും സുനിത പറഞ്ഞു. സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിനെ പാർപ്പിച്ചിരുന്നത്. 2013 ശേഷമുള്ള കാലയളവിലാണ് ഷെറിനും സുനിതയും ഒരുമിച്ച് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ ജയിൽ DIG പ്രദീപ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വൈകുന്നേരം ഷെറിനെ കാണാൻ വരാറുണ്ടായിരുന്നെന്നും പല ദിവസങ്ങളിലും രാത്രി 7 മണിക്ക് ശേഷം ഷെറിനെ പുറത്തു കൊണ്ടുപോയി 2 മണിക്കൂറോളം കഴിഞ്ഞാണ് തിരികെ സെല്ലിൽ കയറ്റാറുള്ളതെന്നും സുനിത പറഞ്ഞു. ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ടായിരുന്നെന്നും അവർ പറയുന്ന ഭക്ഷണം 3 നേരവും ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകിയിരുന്നുവെന്നും സുനിത പറഞ്ഞു. ഇതിനെതിരെ സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. പരാതി നൽകിയതിനു ശേഷം സൂപ്രണ്ടും ജയിൽ DIG പ്രദീപും അടക്കമുള്ളവർ തന്നെ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും സുനിത പറഞ്ഞു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം അന്നത്തെ DGP സെൻകുമാറിനും പരാതി നൽകിയെങ്കിലും ജയിൽ അന്തേവാസികളെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയതിന് തനിക്ക് നോട്ടീസ് നൽകിയെന്നും സുനിത പറഞ്ഞു. ഷെറിൻ ഇറങ്ങുന്നതിൽ പരാതിയില്ലെന്നും എന്നാൽ 20 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന തടവുകാരുണ്ടെന്നും അവർക്കും ഇളവ് ലഭിക്കണമെന്നും സുനിത പറഞ്ഞു. മന്ത്രിസഭാ യോഗം ഷെറിന് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തിരുന്നു. പിന്നാലെയാണ് സഹതടവുകാരി വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ഇപ്പോൾ കുറ്റവാസനയില്ലെന്നും ഷെറിന് മാനസാന്തരമുണ്ടായെന്നും ജയിലിലെ നല്ല നടപ്പുകൊണ്ടാണ് ഷെറിനെ ശിക്ഷാ ഇളവിന് പരിഗണിച്ചതെന്നും കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരള പറഞ്ഞു. ഷെറിന് പ്രത്യേകമായ പരിഗണന കൊടുത്തിട്ടില്ലെന്നും MV സരള പറഞ്ഞു. ഷെറിൻ പരമാവധി ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. മറ്റൊരു തരത്തിലുള്ള പരാതിയും ഇല്ലാത്തതിന്റെ ഭാഗമായാണ് ശിക്ഷാ ഇളവ് നൽകിയത്. ഷെറിന് മാനസാന്തരം വന്നിട്ടുണ്ട്. ശരിയായ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പറ്റില്ല. നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ജീവിക്കണമെന്ന് പറയാൻ പറ്റുമോ എന്നും MV സരള ചോദിച്ചു. ശിക്ഷാ ഇളവിൽ തീരുമാനം ഏകണ്ഠേന എടുത്തതെന്നും സരള വ്യക്തമാക്കി. 14 വർഷം തടവ് പൂർത്തീകരിച്ച സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്ന് ഷെറിൻ സമർപ്പിച്ച അപേക്ഷയും നല്ല നടപ്പും പരിഗണിച്ചാണ് ശിക്ഷയിൽ ഇളവ് ചെയ്ത് ജയിൽ മോചനത്തിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ ഷെറിൻ സൂചിപ്പിച്ചിരുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.